ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകനും RSSന്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷകനോടൊപ്പം കേസ് വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിയമിച്ചിരിക്കുകയാണ്. ശരത് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. 2004-2009 കാലഘട്ടത്തിൽ തൃശ്ശൂർ ലോ കോളേജിൽ ABVPയുടെ സജീവ പ്രവർത്തകനാണ്. അന്ന് തൃശ്ശൂർ ലോ കോളേജിൽ പഠിച്ച KSU നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരായി, UDFൻ്റെ സമുന്നതരായ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് KSUവിൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വന്ന ആ കോളേജിൽ വന്നവർ ഇന്ന് മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ABVPയുടെ സജീവ പ്രവർത്തകനായ ഈ വ്യക്തിയെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിയമവകുപ്പിൻ്റെ ഭാഗമായുള്ള ഹൈക്കോടതിയിലെ ഗവൺമെൻറ്റിൻ്റെ പ്ലീഡർമാരെ നിശ്ചയിക്കുന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, സംഘപരിവാറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയ ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ നിലയിലേക്ക് വൈറലാണ്. കഴിഞ്ഞ 10 കൊല്ലം ഇത്തരത്തിലുള്ള മതവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന, മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇറങ്ങിയിട്ടില്ല. 10 കൊല്ലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്നാൽ ഈ ഗവൺമെൻറ് വന്ന് 2 മാസം തികയുന്നതിനിടയിൽ തന്നെ സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ ഒറ്റക്കും കൂട്ടായും മുഖ്യമന്ത്രിയെ കാണുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് സർക്കാരിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന പ്ലീഡർമാരുടെ പട്ടികയിൽ BJPയുടെ സജീവ പ്രവർത്തകൻ, ABVPയുടെ മുൻ നേതാവ്, RSSൻ്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷക പട്ടികയിലുള്ള ഒരു വ്യക്തിയെ VD സതീശൻ എന്ന നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഗൗരവമേറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് പൊതുവെ ഈ 2 മാസത്തിനിടയിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു, ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടു. ആ നിരവധി സംഭവങ്ങളുടെ പട്ടികയിൽ പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്താണിതിൽ കോൺഗ്രസിൻ്റെ നിലപാട്, എന്താണിതിൽ AICCയുടെ നിലപാട്, എന്താണിതിൽ അക്കാലഘട്ടത്തിൽ KSUവിനെ കേരളത്തിൽ നയിച്ച് ഇന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നിലപാട് എന്നറിഞ്ഞാൽ കൊള്ളാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.